ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അടുത്ത ചിത്രം സ്പിരിറ്റിന്റെ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ നടൻ പ്രഭാസിന് പുള്ളിക്കാരനൊരു പുതിയ ടൈറ്റിൽ കാർഡ് അങ്ങ് കൊടുത്തു, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ. അന്ന് തന്നെ വിഷയത്തിൽ നിരവധി വിമർശനങ്ങളും വന്നിരുന്നു. രജനീകാന്ത്, ഷാരൂഖ് ഖാൻ എന്നിങ്ങനെയുള്ള നടന്മാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ പ്രഭാസ് എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയെന്ന് പലരും ചോദിച്ചു. എന്നാലും കുറേ ആൽഫ മെയിൽ അണ്ണന്മാരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത ആളായതിനാൽ വലിയ പൊങ്കാലയൊന്നും കിട്ടാതെ സന്ദീപ് റെഡ്ഡി വാങ്ക രക്ഷപ്പെട്ടു. ചില പ്രഭാസ് ഫാൻസൊക്കെ പുതിയ ടൈറ്റിൽ കാർഡ് കണ്ട് ആവേശം കൊണ്ടങ്ങ് പുളകിതരാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ബോളിവുഡ് സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് സന്ദീപിന് ചുട്ട മറുപടി അങ്ങ് കൊടുത്തു. അതും ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ പിറന്നാൾ ദിവസം തന്നെ. വെൻ സ്റ്റാർസ് ഗോ ബിയോണ്ട് ബീയിങ് ജസ്റ്റ് എ സൂപ്പർ സ്റ്റാർ, ദേ ആർ കാൾഡ് കിങ്. ഹാപ്പി ബർത്ത്ഡേ ഇന്ത്യാസ് കിങ്. ഇതായിരുന്നു ഷാരൂഖ് ഖാൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ പിറന്നാൾ ആശംസ. സ്റ്റാറുകൾ ഒരു സൂപ്പർ സ്റ്റാർ എന്നതിനപ്പുറം വളരുമ്പോൾ അവരെ വിളിക്കുക രാജാവെന്നാണ്. അതായത് നീയൊക്കെ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഞങ്ങളുടെ ഷാരൂഖ് അതിനപ്പുറം വളർന്ന് നിൻ്റെയൊക്കെ രാജാവായെന്നർത്ഥം. ഈ പോസ്റ്റിനൊപ്പം ഷാരൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന കിങ്ങിൻ്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. കട്ട വയലൻ മൂഡിൽ SRKയുടെ ഇതുവരെ കാണാത്ത ഒരു ലുക്കിൽ സ്റ്റൈലിഷ് ആയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് ഓൺലി വൺ കിങ് എന്ന ടാഗ് ലൈനോടെ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഫസ്റ്റ് ലുക്ക് ഷാരൂഖ് ഖാൻ്റെ സൂപ്പർ സ്റ്റാർഡം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം എന്നത് ഒരിക്കലും ചോദ്യം ചെയ്യാനാകാത്ത ഒന്നാണ്. 2010 ശേഷം പുറത്തു വന്ന ഷാരൂഖ് ഖാൻ്റെ ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് വന്നത് 3 ചിത്രങ്ങൾക്കാണ്. ചെന്നൈ എക്സ്പ്രസ്, പഠാൻ, ജവാൻ എന്നിവ. ഇത് 3 ഇൻഡസ്ട്രി ഹിറ്റായ സിനിമകളാണ്. ഇതിൽ 2 1000 കോടിയും കടന്നു. എന്നാൽ പ്രഭാസിൻ്റെ കാര്യമോ? മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുള്ള കൽക്കി പോലും തട്ടിമുട്ടിയൊക്കെയാണ് 1000 കോടി കടന്നത്. അതും മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് പോലുമാണ് ഈ ഗതികേട്. ബാഹുബലിക്ക് ശേഷം പുറത്തു വന്ന സാഹോ വൻ പരാജയമായി, രാധേശ്യാം പൊട്ടി, ആദിപുരുഷ് ഡിസാസ്റ്ററായി, സലാർ ശരാശരിയിലൊതുങ്ങി. ചുരുക്കത്തിൽ തന്നെ വെച്ച് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി പോലും നൽകാനാകാത്ത താരമാണ് പ്രഭാസ്. ബാഹുബലിക്ക് ശേഷമുണ്ടായ ഫാൻ ബേസ് നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ഒരു നടൻ. അതുകൊണ്ട് പ്രഭാസിനെ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ ബാഹുബലി സ്റ്റാർ എന്നൊക്കെ പറയാം, അത്ര തന്നെ. ഇതിലൊന്നാലോചിച്ച പ്രഭാസിന് സന്ദീപ് റെഡ്ഡി വാങ്ക ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് ലൈൻ കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമുള്ളൊരു കാരണമാണ്. മുൻപ് ദീപിക പദുക്കോണിനെ ആയിരുന്നു സ്പിരിറ്റിലെ നായികയായി ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവർ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നു. ഇതിന് പല കാരണങ്ങളും അഭ്യൂഹമായിട്ടൊക്കെ ഉണ്ട്. ദിവസങ്ങൾക്ക് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക ദീപികയുടെ പേരെടുത്ത് പറയാതെ പരോക്ഷമായി വിമർശിച്ച് ഒരു എക്സ്പോസ്റ്റ് ഇട്ടു. ഒരു അഭിനേത്രി തൻ്റെ സിനിമയുടെ കഥ മറ്റ് ചിലരുമായി പങ്കുവെച്ചെന്നുള്ള പേരിൽ. ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അന്ന് ഒരു ദീപിക വേഴ്സസ് സന്ദീപ് ക്ലാഷ് എയറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ് ദീപിക കൽക്കി എന്ന സിനിമയിൽ നിന്നും പുറത്തു പോകുന്നത്. ഇതിനുശേഷം ഷാരൂഖ് ഖാൻ്റെ കിങ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം ദീപിക പദുക്കോൺ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഒപ്പം ഒരു ക്യാപ്ഷൻ: വർഷങ്ങൾക്ക് മുൻപ് ഷാരൂഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ ചെയ്യുന്നതിൽ മാത്രമല്ല അതിൽ നിങ്ങൾ ആരുമായി സഹകരിക്കുന്നു എന്നതും അതിൻ്റെ വിജയത്തേക്കാൾ വളരെയധികം പ്രാധാന്യമാണെന്ന്. അതിനുശേഷം ഞാനെടുത്ത എല്ലാ തീരുമാനങ്ങളിലും ആ പാഠമുണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. സന്ദീപ് റെഡ്ഡി വാങ്കയുമായി ക്ലാഷ് നിലനിൽക്കെയാണ് ഈ പോസ്റ്റ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനുശേഷമാണ് സ്പിരിറ്റ് സിനിമയിൽ സന്ദീപ് പ്രഭാസിന് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന പട്ടം കൊടുക്കുന്നത്. അതും പഴയ ദീപികയുമായുള്ള പ്രശ്നവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ചിലപ്പോൾ ഷാരൂഖ് ദീപികയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകുമോ? മുൻപ് ഇതേ സന്ദീപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഷാരൂഖ് ഖാന് ഇന്ത്യക്ക് പുറത്തുള്ള സ്വീകാര്യത ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന്. ഇതിനുദാഹരണമായി ഒരു സംഭവം ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാൾ എന്തിന് യാതൊരു കാരണവുമില്ലാതെ പ്രഭാസിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി പ്രഖ്യാപിക്കണം? ചിന്തിക്കേണ്ട കാര്യമാണ്. തനിക്കെതിരെയുള്ള ചെറിയൊരു വിമർശനം പോലും സഹിക്കാനാകാതെ കടുത്ത പ്രതികരണം നടത്തുന്ന ഒരാളാണ് സന്ദീപ്. അപ്പോൾ ദീപികയ്ക്കൊപ്പം ചേർന്ന് ഷാരൂഖ് തനിക്കെതിരെ കരുക്കൾ നീക്കുന്നു എന്ന് തോന്നിയാലോ? പിന്നിൽ ഇതും ഒരു കാരണമായിട്ടുണ്ടാകാം.